ചർച്ചയിൽ ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ എന്ത് തരത്തിലുള്ള ഫോർമുലയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കും എന്നാണ് ഈ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളിൽ ഇതുവരെയും ആ വാർത്താ സമ്മേളനം തുടങ്ങാൻ കഴിയിട്ടില്ല. എന്തൊക്കെ വ്യവസ്ഥകളാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികളും വ്യക്തമാക്കുന്നില്ല. മന്ത്രി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫോർമുലയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ LPST റാങ്ക് ഹോൾഡർമാർ കഴിഞ്ഞ 37 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡർമാർ തുടങ്ങിവെച്ച സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവർ സമരം പിൻവലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന LPST റാങ്ക് ഹോൾഡർമാരിലെ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള വളർമതി കഴിഞ്ഞ 12 ദിവസമായി അവർ നിരാഹാര സമരത്തിലാണ്. ആ നിരാഹാര സമരവും അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്ത് തരത്തിലുള്ള ഫോർമുലയാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് LPST റാങ്ക് ഹോൾഡർമാരുടെ മുന്നിലേക്ക് വച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. കാരണം ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആവശ്യം ഇവരുടെ 11,000-ലധികം റാങ്ക് ഹോൾഡർമാർ ഉൾപ്പെടുന്ന ഇവരുടെ റാങ്ക് പട്ടികയിൽ നിന്നും അടിയന്തരമായി നിയമനം നടത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം 60 റാങ്കിൽ 100-ൽ താഴെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിലവിൽ നിയമനം ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത് ഒഴിവാക്കണം, അടിയന്തരമായി നിയമനം നടത്തണം. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കണം. നിലവിൽ LP സ്കൂളുകളിൽ 1:30, 1:35 എന്നുള്ള രീതിയിലാണ് വിദ്യാർത്ഥി അധ്യാപക അനുപാതമുള്ളത്. അത് 1:25 എന്നിലേക്ക് മാറ്റണം എന്നുള്ളതാണ് LPST ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരു ആവശ്യം. അതിനോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം അത് PSCക്ക് വിടണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ മാനേജർമാർ മുഖേന നടത്തുന്ന നിയമനങ്ങളിൽ ഒരു നിയമനം നടത്തുമ്പോൾ രണ്ടാമത്തെ നിയമനം അത് PSC വഴി നടത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് LPST റാങ്ക് ഹോൾഡർമാർ ആവശ്യപ്പെട്ടിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 മാസം സാവകാശം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു. പക്ഷേ അത് അവർ ഈ ഉദ്യോഗാർത്ഥികൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അധ്യാപക നിയമനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയോളമാണ്, കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് LPST റാങ്ക് ഹോൾഡർമാരോട് ചോദിച്ചിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് പഠിക്കണം. കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചാൽ മാത്രം പോരാ. നിലവിൽ എന്തായാലും അല്പസമയത്തിന് അകം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഹാൻസ് സൂചിപ്പിച്ചതുപോലെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ അവിടെ സമരം നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ ഒരുപാട് വേറിട്ട സമര രീതികൾ, മണ്ണുവാരി തിന്നും പുല്ലുവാരി തിന്നും ഒക്കെ സമരം ചെയ്തും മുട്ടിൽ നിന്നുമൊക്കെ സമരം ചെയ്യുന്നത് കണ്ടു. എന്തായാലും അവരുടെ ഈ സമരത്തിൽ അവരുടെ ഈ പ്രതിഷേധത്തിന് ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ച വിജയമായതിലൂടെ മനസ്സിലാകുന്നത്.